18 വയസ്സിലാണ് അതുല്യയുടെ കല്യാണം കഴിയുന്നത്. അന്ന് തൊട്ട് 10 വർഷത്തോളം ആയിട്ടുണ്ട്. ആ ഒരു സമയങ്ങളിൽ മൊത്തം ഈ ഒരു സതീഷ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെയായിരുന്നു ഈ ഒരു ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീട്ടുകാരായിട്ട് സംസാരിക്കാനൊന്നും ഭയങ്കരമായിട്ട് അനുവദിക്കത്തില്ല. പക്ഷേ അതുല്യ പലപ്പോഴായിട്ട് ഇതേ കണക്ക് വീട്ടിൽ കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആ സമയത്തൊക്കെ വിളിച്ച് സംസാരിച്ചെങ്കിൽ പോലും ഈ ഒരു സതീഷ് അതിനൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അതുല്യയുടെ സഹോദരി ഷാർജയിൽ തന്നെയാണുള്ളത്. പക്ഷേ സംസാരിക്കാനൊന്നും അനുവദിക്കത്തില്ല. ഒറ്റൊരു മോളുണ്ട്. മോളെ നാട്ടിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. നാട്ടിൽ പോയി നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് പഠിക്കാനുള്ള പൈസയും കാര്യങ്ങളും ഒന്നും അയച്ചു കൊടുക്കത്തുമില്ല. അങ്ങനത്തെ ഉള്ള രീതിയിലാണ് അതുല്യ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു വീട്ടിൽ. ഈ ഒരു സതീഷ് എല്ലാ ദിവസവും ഇത് കണക്ക് ഓഫീസിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉപദ്രവം, ആരടുത്തും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ മെയിനായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. എന്തായാലും അവസാനം ഈ ഒരു വിധിയാണ് ഇപ്പം അതുല്യയ്ക്ക് വന്നിരിക്കുന്നത്. ഇതേ കണക്കുള്ള ഒരു കേസാണ് അവിടെ തന്നെ ഇപ്പം ഷാർജയിൽ തന്നെയാണെന്ന് തോന്നുന്നു വിഭജിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് വന്നേക്കുന്നത്. ഇതേക്കുള്ള ഓരോ ന്യൂസ് കേൾക്കുമ്പോഴത്തേന് നമ്മൾ ചോദിക്കാറുണ്ട്, ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വന്നൂടെ എന്നുള്ളൊരു കാര്യം. അത് സത്യമാണ്. ഇങ്ങനത്തുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് വന്നൂടെ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിനുള്ള ധൈര്യം ഈ ഒരു കുട്ടികളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ഇതേ കണക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മെയിനായിട്ടുള്ള ഡിസിഷൻ, നിങ്ങളുടെ ജീവൻ എടുക്കുന്നതിന് പകരം ഇതിൽ നിന്നെല്ലാം ഒഴിവാവുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് ജീവിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ ജീവൻ എടുക്കുന്നതല്ല ഇതിനൊരു പ്രതിവിധി.